ടെമ്പറേച്ചർ പുറത്ത് 26 ഡിഗ്രിയാണ് കാണിക്കുന്നത്. നമ്മുടെ വണ്ടി ഇപ്പോൾ മൊത്തത്തിൽ 45,659 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ എയർപോർട്ട് റോഡല്ല, എയർപോർട്ട് റോഡ്. അതിൻ്റെ ഒരു അടി 2 പാസേജാണ്. ഇവിടെ നിന്ന് യൂട്ട് ചെയ്യേണ്ടത് അത്താണി വഴി കയറും. ഇതിൻ്റെ ആദ്യത്തെ ഒരു POV ഡ്രൈവ് വീഡിയോ ആണെന്ന് പറയാം. ഞാൻ സംസാരിക്കണതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, പിന്നെ ഈ വണ്ടി എടുത്തത് 2021 ജൂലൈ മാസമാണ്. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു 5 കൊല്ലം ആവാൻ പോവാണ്. ഈ ജൂലൈ 21 ആവുമ്പോൾ, ജൂലൈ 21, 26 ഒക്കെ ആവുമ്പോൾ എന്തായാലും ജൂലൈ ആവുമ്പോൾ വണ്ടി 5 കൊല്ലമായി എടുത്തിട്ട്. വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ജോലിക്ക് കയറിയപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു കാർ എടുക്കണമെന്ന്. ആദ്യം ജോലിക്ക് കയറിയപ്പോൾ എൻ്റെ മനസ്സിൽ ഡസ്റ്റർ എടുക്കണമെന്നായിരുന്നു ഒരു ആഗ്രഹം. ഡസ്റ്റർ ഫാൻ ക്ലബ്ബ് അങ്ങനത്തെ കുറേ പേജുകളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് വാട്സപ്പിൽ. അപ്പോൾ ആ പേജിലൊക്കെ ഞാൻ ഒരു അംഗമായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല, വെറുതെയായിരുന്നു. പക്ഷെ ഞാൻ അത്ര ഇപ്പോൾ വീട്ടിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, വീട് പണി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അതിനത്ര ഇൻട്രസ്റ്റിങ് കാര്യങ്ങളും കൊടുത്തില്ല. പിന്നെ വണ്ടി നമുക്ക് പ്രാന്തായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ ഓരോ മനോരമ പത്രത്തിലൊക്കെ ഇങ്ങനെ വണ്ടിയുടെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ അതൊക്കെ വെട്ടിയെടുത്ത് നമ്മൾ ഇതിനകത്ത് എന്താ ഡയറിയിലൊട്ടി. എൻ്റെ പപ്പയ്ക്കും ഈ വണ്ടികളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. പപ്പയായിട്ടാണ് ആ ഒരു സംഭവം എനിക്ക് തന്നെ വേണമെങ്കിൽ പറയാം. പഴയ ഇന്നോവയുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെട്ടി നല്ല ഷേപ്പിൽ വെട്ടി ഡയറിയിലൊട്ടിക്കും. ഡയറി ഇപ്പോഴും ഉണ്ട്, വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പൊ ഈ വണ്ടി എൻ്റെ അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആദ്യം എനിക്ക് ഉണ്ടായത് ഡസ്റ്റർ ആയിരുന്നു. അല്ല, ഡസ്റ്റർ ഉണ്ടായില്ല, ഡസ്റ്റർ ആയിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ ഡസ്റ്റർ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ പോളോയിലോട്ടായിരുന്നു അടുത്ത കുതിപ്പ്. പോളോ വണ്ടിക്ക് മുമ്പായിട്ട് സ്വിഫ്റ്റിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ പപ്പയുടെ ലാസ്റ്റ് വണ്ടി സ്വിഫ്റ്റ് ആയിരുന്നു. അപ്പം ഇങ്ങനെ വണ്ടി ചെറിയതായിട്ട് കച്ചവടം പോലെയൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കും, ഒന്ന് കുതിക്കും, എന്നിട്ട് അടുത്ത ആൾക്ക് മറിച്ച് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വിഫ്റ്റിനോടായിരുന്നു പപ്പയ്ക്കും താല്പര്യം. അങ്ങനെ പിന്നെ സുസുക്കിയുടെ വണ്ടികൾ അറിയാൻ പൊതുവെ മെയിൻ്റനൻസ് കുറവായിരിക്കും. പിന്നെ എല്ലാ മുട്ടിനുമുട്ടി സർവീസ് സെൻ്റർ ഉണ്ട്. സർവീസ് പാർട്സിന് ഒരു അവൈലബിലിറ്റി ഇഷ്യൂ ഒന്നും വരുന്നില്ല. പിന്നെ റിലയബിൾ ആണ്, റീസെയിൽ വാല്യൂ ഉണ്ട്. ഇതൊക്കെയായിരുന്നു പപ്പയുടെ ആ ഒരു സ്വിഫ്റ്റിനോടുള്ളൊരു താല്പര്യം. പിന്നെ എഞ്ചിൻ അടിപൊളി എഞ്ചിനായിരുന്നു സ്വിഫ്റ്റിൻ്റെ, സ്മൂത്ത് എഞ്ചിൻ ഉണ്ടായിരുന്നു, ഓടിക്കാനും അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണമായിരിക്കാം പപ്പ സ്വിഫ്റ്റ് അന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു വണ്ടി. പിന്നെ നമുക്ക് ഈ ഒരു സേഫ്റ്റി എന്നുള്ളൊരു ആ സമയത്താണെന്ന് തോന്നുന്നു നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ സേഫ്റ്റിനെ കുറിച്ചൊരു കൺസേൺ വരാൻ തുടങ്ങി. അതായത് മാരുതിയുടെ പുതിയ സ്വിഫ്റ്റ് വാഹനങ്ങളൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ പപ്പടം പോലെ പൊടിയുന്നു. അപ്പം ഈ ഒരു പ്രശ്നം എല്ലാ ജനങ്ങളിലോട്ടും ഇങ്ങനെ, അതായത് ഒത്തിരി പേര് മരിക്കുന്നു കാറിടിച്ച്. അപ്പം അതൊരു വല്ലാത്തൊരു പ്രശ്നമായിട്ടാണ് ആളുകൾ അതിനെ കൂടി ഗൗരവത്തോടെ കാണാൻ തുടങ്ങി. കാരണം ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിൽ ഒട്ടുമിക്കവരും യാത്ര ചെയ്യണേ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഫാമിലി ആയിട്ടാണ് കാറിൽ കൂടുതലും യാത്ര ചെയ്യാറ്. അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അല്ല അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രമാണ് കാർ എടുക്കാറുള്ളൂ.
ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നത് ബൈക്കിനായിരിക്കും, അല്ലെങ്കിൽ ബസ്സിനായിരിക്കും. കാറ് അത്യാവശ്യം മാത്രം എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂടുതലും നമ്മളപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വല്ല ഫാമിലി ആയിട്ട് എവിടേക്കും പോകാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും കാർ എടുക്കുന്നത്. ഒരു 5-6 പേരൊക്കെ അപ്പോഴുണ്ടാവും വണ്ടിയിൽ. അതുകൊണ്ട് നമ്മൾ ഫാമിലീനെ കുറച്ചുകൂടി വാല്യൂ ചെയ്യുന്നതുകൊണ്ട് അതൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ സേഫ്റ്റിയിലോട്ട് പോയി. അങ്ങനെയാണ് ടാറ്റയുടെ വണ്ടികൾ ആ സമയത്ത് സേഫ്റ്റി ഒരു മുഖ്യ പ്രാധാന്യം കൊടുത്ത് അവർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ അവസാനം വീട്ടിൽ എല്ലാവരും ഓക്കെ വണ്ടി എടുക്കാൻ തീരുമാനമായി. അങ്ങനെ വണ്ടി എനിക്കൊരു കൊച്ചു വണ്ടിയായ ടിയാഗോ, നല്ല വണ്ടിയാണ് ടിയാഗോ എനിക്ക് എടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ ടിയാഗോ ബുക്ക് ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയാക്കി. ഞാൻ ഷോറൂമിലോട്ട് പോകുന്ന വഴിക്കാണ് ഇതിനെ കുറിച്ച് നമ്മുടെ ഓഫീസിലൊന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ടിയാഗോ എടുക്കുന്നേക്കാളും കുറച്ചും കൂടി ബെറ്റർ അൾട്രോസ് ആണെന്ന്. പിന്നെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത്, എൻ്റെ ബുക്കിംഗ് അന്നും കംപ്ലീറ്റ് ആയില്ല കേട്ടോ. ഞാൻ ഈ വണ്ടി എടുക്കാൻ മുട്ടി നിൽക്കാം. ടിയാഗോ എങ്കിൽ ടിയാഗോ ആ രീതിക്കാണ് ഞാൻ നിന്നത്. പക്ഷെ അവരുടെയൊക്കെ തീരുമാനം വെച്ചു നല്ലൊരു ബെറ്റർ വണ്ടി ടിയാഗോനെക്കാളും അൾട്രോസ് ആണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അൾട്രോസും ടിയാഗോ സെയിം എഞ്ചിനാണ്, പക്ഷെ വലിപ്പത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ കുറച്ച് ഫീച്ചേഴ്സിലും വ്യത്യാസമുണ്ട്. പിന്നെ ടിയാഗോ അൾട്രോസ് ചൂടി പ്രീമിയം വണ്ടി സെഗ്മെന്റിലോട്ട് പോകും, അത്രേ ഉള്ളൂ. അങ്ങനെ പിന്നെ ടിയാഗോ അൾട്രോസ് ആക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു അളിയൻ്റെ അടുത്ത് പറഞ്ഞു. അളിയൻ പറഞ്ഞു, എടാ അൾട്രോസ് എടുക്കുന്ന കാഴ്ച എനിക്ക് നെക്സോണിന്റെ ബേസ് മോഡൽ എടുക്കാൻ പാടില്ലേ? അത് ശരിയാണല്ലോ. നെക്സോൺ വരുമ്പോൾ എൻജിൻ മാറും, എൻജിനിൽ ടർബോ ചാർജും കൂടി വരും, പിന്നെ അത്യാവശ്യം കൂടി സ്പേസസ് ആണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ നെക്സോണിലോട്ട് തീരുമാനമായി. അപ്പോഴും വീട്ടിൽ ഞാൻ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീട്ടുകാരെ കൺവിൻസ് ചെയ്യിക്കാനാണ് പാട്. അങ്ങനെ ഞാൻ നെക്സോൺ ബുക്ക് ചെയ്തു. ആ സമയത്തുണ്ടല്ലോ നെക്സോൺ എന്ന വണ്ടിയുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിച്ച് നിൽക്കായിരുന്നു. കാരണം വണ്ടി കിട്ടാനില്ല. ഇതാണ് വെയിറ്റിംഗ് പീരീഡ് 6 മാസം. ഇങ്ങനെ ഞാൻ ബേസ് മോഡൽ ബുക്ക് ചെയ്തിട്ട് എനിക്ക് വണ്ടി കിട്ടിയില്ല. 5-6 മാസം കണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു, പക്ഷെ കിട്ടിയില്ല. അവസാനം ഞാൻ അങ്കമാലിയിൽ അവിടെ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ അങ്കമാലിയിൽ ഗോകുലം മോട്ടോഴ്സ് ഉണ്ട്, ഗോകുലം മോട്ടോഴ്സിൽ വന്ന് ഞാൻ ബുക്ക് ചെയ്തു. അപ്പോൾ അവരൊരു വണ്ടി ഉണ്ട്, പക്ഷെ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ 3 മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും എന്ന രീതിയിൽ പുള്ളി സംസാരിച്ചു. ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മാർച്ചിൽ ബുക്ക് ചെയ്തു. ജൂലൈ ആയപ്പോൾ എനിക്ക് വണ്ടി കിട്ടി. ഈ വണ്ടി കൈ കിട്ടിയ പിന്നെ നമ്മളാണ് ഈ ആഗ്രഹത്തിൻ്റെ പുറത്ത് എടുക്കുന്നതാണല്ലോ. ആഗ്രഹം നമ്മളൊരു വലിയൊരു കാർ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ട് ആ സമയത്ത് ഞാൻ ഇങ്ങനെ കൊണ്ടെടുക്കായിരുന്നു. അങ്ങനെ ആ സമയത്ത് നമ്മൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ നമുക്ക് അത്രയും ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രമാണ് വണ്ടി എടുത്തിട്ട് കാര്യമുള്ളൂ ആൾക്കാർ പറയണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കില്ല. ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ആ രീതിക്ക് തന്നെ ഞാൻ മുന്നോട്ട് പോയി. അപ്പം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് വണ്ടി ഓടിക്കണമെങ്കിൽ നല്ല ഒരു കാശ് ചെലവ് നമുക്ക്. ഇതിനെ സംബന്ധിച്ച് ഞാൻ ഓടിച്ചിരുന്ന ഒരു 800 ആയിരുന്നു. അളിയൻ്റെ ഒരു 800 വണ്ടി ഉണ്ടായിരുന്നു, നല്ല വണ്ടിയായിരുന്നു, സ്മൂത്തായിരുന്നു. അതിനൊക്കെ നമ്മളൊരു 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. പക്ഷെ ഇതിലങ്ങനെയല്ല. ഇതിൽ നമ്മൾ 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ 2 ദിവസം അതിൽ കൂടുതൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഇല്ല. നമുക്കൊരു ലോക്കൽ ഓടാണെങ്കിൽ 10 കിലോമീറ്റർ അല്ലെങ്കിൽ 9 കിലോമീറ്റർ വരെയൊക്കെ പോകും. എന്നാൽ ദൂരേക്ക് പോകണമെങ്കിൽ മൈലേജ് കിട്ടും കേട്ടോ. ഒരു 14 കിലോമീറ്റർ ഒക്കെ എനിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. കമ്പനി പറയുന്നത് 16 ആണ്. 16 ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ 14-15 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്.
പിന്നെ നമ്മൾ ആക്സിലേറ്ററിൽ കാല് കൊടുക്കാതെ ഇറക്കിറങ്ങാം. ഈ താഴെ മുട്ടയുണ്ടെന്ന് കരുതി എന്തെന്ന് ആക്സിലേറ്റർ പെഡലിൻ്റെ അടിയിൽ ഒരു കോഴിമുട്ട ഉണ്ടെന്ന് കരുതി പയ്യെ കാല് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 15 കിട്ടുള്ളൂ. അല്ലെങ്കിൽ 15 പോലും കിട്ടും. ഇപ്പോൾ വണ്ടി പറയുകയാണെങ്കിൽ വണ്ടി അടിപൊളി വണ്ടിയാണ്. എനിക്ക് ഈ വണ്ടിയുടെ ലുക്ക് എന്ന് പറയുമ്പോൾ, ലുക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഫ്രണ്ട് വണ്ടിയുടെ അപാര ലുക്കാണ്. പക്ഷെ ബാക്കിലോട്ട് വരുമ്പോൾ ആ ഒരു ഈ വണ്ടിയുടെ ബാക്ക് എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല ഞാൻ എടുത്തത്. പക്ഷെ ഇത് ഒരു വെറൈറ്റിയാണ്, മറ്റു വണ്ടികളെക്കാളും ഒരു വ്യത്യസ്തമായ ഒരു ലുക്ക്. അത് നല്ലതാണ്. പക്ഷെ വണ്ടി ചില സമയങ്ങളിൽ, അതായത് വണ്ടിയിൽ ആൾക്കാരിരിക്കുമ്പോൾ വണ്ടിയുടെ ബാക്കൊന്ന് ഇച്ചിരി ഇരിക്കും. അപ്പൊ പിന്നെ ആ വൈറ്റ് കളർ സ്ട്രിപ്പ് പോലെയൊക്കെ ഉണ്ടല്ലോ ഈ നെക്സോണിന്, ആ സാധനമൊക്കെ ഞാൻ ബ്ലാക്ക് ചെയ്തു, സ്റ്റിക്കർ അടിച്ച്. അപ്പൊ ഈ ഒരു വണ്ടി ഇരുന്ന് കഴിയുമ്പോൾ വണ്ടിയുടെ ഒരു ലുക്ക് മാറും. ബാക്ക് സസ്പെൻഷൻ ഒന്ന് ലോവർ ആയി കഴിയുമ്പോൾ വണ്ടിയുടെ ലുക്ക് പ്രത്യേകമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഫ്രണ്ട് വണ്ടിയുടെ ലുക്ക് അടിപൊളിയാണ്. പക്ഷെ ആ ഫ്രണ്ടിലെ ആ ലുക്ക് ബാക്കുമായിട്ട് അത്ര മാച്ചിങ് അല്ല. ഡിസൈനിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഈ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ബ്രേക്ക് ലൈറ്റ് വരെ ലൈൻ വേണം എന്നായിരുന്നു. നമ്മുടെ 800-നൊക്കെ ആ ഒരു ലുക്ക് ഉണ്ട്. 800 അല്ലെങ്കിൽ മാരുതി വണ്ടികൾക്ക് ഒട്ടുമിക്കവർക്കും മിക്കതും ആ ഒരു ഡോർ ഹാൻഡിൽ ശ്രദ്ധിച്ചറിയാം, ഒരു ലൈൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ ഒരു ലൈൻ കീപ്പ് ചെയ്താണ് അവർ ഹാൻഡിൽ കൊടുക്കും. പക്ഷെ ടാറ്റയുടെ വണ്ടികൾക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, രണ്ട് ഹാൻഡിലും ഫ്രണ്ടിലെ ഹാൻഡിൽ ഇച്ചിരി ലോവർ ആയിരിക്കും, ബാക്കിലെ ഹാൻഡിൽ ഇച്ചിരി അപ്പായിട്ടായിരിക്കും വെച്ചത്. അത് ടാറ്റയുടെ മാത്രമല്ല, ചില ഇന്ത്യൻ ബ്രാൻഡുകളിലൊക്കെ ഹാൻഡിൽ ഇത്ര കയറ്റിയാണ് വെക്കുന്നത്. പിന്നെ അപ്പൊ എനിക്കിഷ്ടം ആ ഫ്രണ്ട് തൊട്ട് ലാസ്റ്റ് വരെ നീളുന്ന ആ ലൈൻ, അത് ഭയങ്കര ഇഷ്ടം, കണക്ട് ലൈൻ. അതുകൊണ്ടാണ് എനിക്ക് പോളോയുടെ ആ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പോളോയൊക്കെ എനിക്ക് ഭയങ്കര എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വണ്ടിയിൽ പെടുന്ന വണ്ടിയായിരുന്നു. സെക്കൻഡ് ഹാൻഡ് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ നടന്നില്ല. സെക്കൻഡ് വണ്ടി എടുക്കാൻ വീട്ടിൽ ആർക്കും ഇഷ്ടമുണ്ടായില്ല. പിന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ദോഷവും ഉണ്ടായിട്ടില്ല കേട്ടോ. വണ്ടിയിൽ കുറച്ച് കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പം നമ്മുടെ അതായത് ഇതിൻ്റെ വൈബ്രേഷൻ കൂടുതലായിരുന്നു വണ്ടിയുടെ സ്റ്റിയറിങ്ങിൽ ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു. അപ്പം ഈ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞ് പല സർവീസ് സെൻ്ററിലും കയറ്റിയായിരുന്നു. അപ്പം അവർ പറഞ്ഞത് വണ്ടികൾക്കൊക്കെ ഓൾറെഡി ഉള്ളതാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ ഞാൻ അവസാനം ഷോറൂമിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ടാറ്റയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററാണ് ഫോക്കസ് എടപ്പള്ളി, അവിടെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ കൊണ്ടുപോയി വണ്ടി കാണിച്ച്, അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു വൈബ്രേഷൻ ഉണ്ട്, എൻജിൻ മൗണ്ടിൻ്റെ പ്രശ്നമാണ്, മാറ്റി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെനിക്ക് വണ്ടിയുടെ എൻജിൻ മൗണ്ട്, പുത്തൻ വണ്ടിയാണെന്ന് പറഞ്ഞു കേട്ടോ, 2 കൊല്ലം ആയപ്പോഴേക്ക് തന്നെ മാറ്റി തന്നു. 2 കൊല്ലത്തിന് മുന്നേ തന്നെ അവർ മാറ്റി തന്നു. പിന്നെ 2 കൊല്ലം ആയപ്പോഴേക്കും തന്നെ വണ്ടിയുടെ ബാറ്ററി ഡെഡായി. 2 കൊല്ലം ആയില്ല, 1 കൊല്ലം ആയപ്പോഴേക്കും തന്നെ ഡെഡായി. അത് നമുക്ക് വണ്ടി അധികം ഓട്ടം ഉണ്ടായില്ല. ഒരു മാസത്തോളം വണ്ടി ഇങ്ങനെ അനങ്ങാതെ ഷെഡിൽ തന്നെ കിടന്നു. അതായത് ബാറ്ററി ഡൗൺ ആയി പോയതാണ്. ഈ വണ്ടികൾക്ക് ഈ വണ്ടികളുടെ ഒരു മെയിൻ പ്രശ്നമാണ് അത്. വണ്ടി ഓടാതെ ഇങ്ങനെ കിടന്നാലും ഇവിടെ ബാറ്ററി ഇറങ്ങിക്കും. അങ്ങനെ എനിക്ക് വണ്ടിയുടെ ബാറ്ററി പക്ഷെ വാറന്റിയിൽ മാറ്റി തന്നു. എനിക്ക് 10 പൈസ ചിലവുണ്ടായില്ല. ഇത് എൻജിൻ മൗണ്ടും അവർ വാറന്റിയിലാണ് മാറ്റി തന്നത്. അതുകൊണ്ട് എനിക്ക് 10 പൈസയുടെ ചിലവുണ്ടായില്ല. പിന്നെ എനിക്ക് സംഭവിച്ചത് എന്താ വെച്ചാൽ, ഈ പുതിയ ബാറ്ററി ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും തന്നെ അതിൻ്റെ വെടിക്കെട്ട് വരും. അത് ഒരു അത്യാവശ്യ ഘട്ടത്തിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നോക്കണം. അത് സർവീസ് കഴിഞ്ഞ വണ്ടിയുടെ ഷോറൂമിൽ കയറ്റി സർവീസ് ചെയ്ത് വണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പണി. അങ്ങനെ
ബാറ്ററിയും പഴയ ബാറ്ററി കൊടുത്തിട്ട് എനിക്ക് ആ പുതിയ ബാറ്ററി പഴയ ബാറ്ററിക്ക് ഒരു 1500 രൂപ കുറച്ച് പുതിയ ബാറ്ററി ഇട്ട് തന്നു. അതിനെനിക്ക് 3500 രൂപ ചിലവ് വന്നു. ഇപ്പോൾ നല്ല ബാറ്ററിയാണ് ഇട്ടത്. അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് വന്ന കംപ്ലൈൻറ്റുകൾ. പിന്നെ 2 പ്രാവശ്യം ടയർ പഞ്ചറായി, ഒരു സൂചി പഞ്ചറും ഒരു ബോൾട്ട് പഞ്ചറുമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി സൈഡ് ഒതുക്കിയപ്പോൾ എങ്ങാണ്ട് ഈ വലിയൊരു ഞെട്ടെങ്ങാണ്ട് വണ്ടിയുടെ ടയറിൻ്റെ ഇടയിൽ കയറി. അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ കുതിരപ്പുറത്ത് പോകുന്നതല്ലായിരുന്നു. പിന്നെ ഞാൻ സൈഡ് ഒതുക്കി നോക്കിയപ്പോഴാണ് വലിയ കാട്ടൊരു ഞട്ട് കയറി. ഇത്ര വലിയ ഞട്ടൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കയറിയിരിക്കുന്നതാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കാർ എടുത്തേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് പാർക്കിംഗ് സൗകര്യമില്ല. നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യാൻ നോക്കിയാൽ ഈ സെക്യൂരിറ്റിക്കാരൊന്നും പ്രശ്നമുണ്ടാക്കും. പണിയെ നോക്കട്ടെ, സെക്യൂരിറ്റിക്കാരൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഗൈസ്, പുള്ളി നമ്മുടെ അടുത്ത് വണ്ടി ഒന്ന് നിൽക്കാൻ പറഞ്ഞു. നമ്മൾ വണ്ടി ഇപ്പോഴത്തെ തൊട്ടിപ്പുറത്ത് റോഡ് സൈഡിൽ തന്നെ ഒതുക്കിയിട്ടു. റോഡ് സൈഡിൽ എനിക്ക് ഒതുക്കിയിടാൻ ഭയങ്കര പേടിയാണ്. പറഞ്ഞ ടയറ് പഞ്ചറാവാൻ സാധ്യതയില്ല. ചിലവന്മാർ ഈ കുപ്പിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ നട്ടും ബോൾട്ടും ആണി സാധനങ്ങളൊക്കെ ചിലപ്പോൾ കൊണ്ടുവന്നിട്ടും. അല്ലെങ്കിൽ വേണ്ട, ഒരു ടയറ് ഒരു കല്ലെങ്കിലും കയറിയാൽ മതി. കൂർമനുള്ള കല്ലേ മതി, നമ്മുടെ ടയറ് പെട്ടെന്ന് പോകും. ഓൾറെഡി 4 ടയർ അത്ര നല്ലതൊന്നല്ല. വണ്ടി മേടിച്ചപ്പോഴുള്ള സ്റ്റോക്ക് ടയറാണ്. അതായത് നമ്മൾ മഴയത്തൊന്നും അധികം സ്പീഡിലോ അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ടൊന്നും ഓടിക്കാൻ പാടില്ല. വീശിയെടുക്കാതിരിക്കുക വണ്ടി. പക്ഷെ ടയറ് അത്ര ഗ്രിപ്പൊന്നും പോയിട്ടില്ല കേട്ടോ. പറഞ്ഞ ചെറിയ ഇങ്ങനെ ടയറിൻ്റെ ഒരു ദ്രവിച്ച് പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതുണ്ട്. അവർ പറയുന്നത് കമ്പനി ടയറുകളൊക്കെ പൊതുവെ സ്റ്റോക്ക് ടയറൊക്കെ ക്വാളിറ്റി ഉണ്ടാവില്ല. സെൻസസിന്റെ ഇത് വന്ന സെൻസസിന്റെ ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വർക്ക് ചെയ്യാനുള്ള സ്ഥലം എത്തി. ഫ്ലാറ്റിലാണ് നമുക്ക് സെൻസസ് ഡ്യൂട്ടി. നമുക്കത് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കാം. അതേപോലെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ. എന്തായിരിക്കും